കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് അതിപ്പോൾ ഒരു നിത്യ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നുണ്ട്. ചുരത്തിൽ ലോറികൾ കുടുങ്ങുന്നതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച മട്ടാണെന്നാണ് അഭി പറയുന്നത്. അപ്പോൾ അഭി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ അടിവാരം മുതൽ ലക്കിടി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അപ്പോൾ നമുക്കറിയാം രാവിലെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ആൾക്കാരുണ്ട്. അതായത് പല കച്ചവടത്തിനൊക്കെ എത്തേണ്ടവരുണ്ട്, ജോലിക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് അവസ്ഥ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ. കാരണം ഇന്നലെ രാത്രി ആരംഭിച്ച ഗതാഗത തിരക്കാണ്, അതിപ്പോഴും തുടരുന്നുണ്ട്. രാത്രി ഏതാണ്ട് 10:30 മണി സമയത്താണ് ആദ്യം മരം കയറ്റി വന്ന ഒരു ലോറി മറിഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നാലെ അത് ഏകദേശം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴാണ് ഏതാണ്ട് 12 മണി സമയത്ത് ടയറുകൾ പൊട്ടി ഒരു ലോറി അവിടെ കുടുങ്ങുന്നത്. ആദ്യം ഈ മരം കയറ്റി വന്ന ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞെങ്കിലും ഈ ടയർ പൊട്ടിയ ലോറി ഇപ്പോഴും ചുരം 7-ാം വളവിന് സമീപത്ത് തുടരുകയാണ്. അതാണ് ഈ വലിയ ഗതാഗത കുരുക്കിനിടയാക്കിയത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്കിടി മുതൽ അടിവാരം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. അതിൽ ഈ വയനാട് നിന്ന് എയർപോർട്ടിലേക്കൊക്കെ വരുന്നവരുണ്ട്. അതാണ് വലിയ ദുരിതം. അവർ മണിക്കൂറുകളായി ചുരത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിലിപ്പോൾ ചെറിയ രീതിയിലാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയം എന്തായാലും വേണ്ടിവരും ഈ വാഹനങ്ങൾ പൂർണ്ണമായി ശരിയായ രീതിയിൽ കടന്നുപോയി ഈ തിരക്ക് മാറാൻ. ഒപ്പം തന്നെ ഈ ടയർ പൊട്ടി കുടുങ്ങിയ ലോറി അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് ക്രെയിൻ എത്തിക്കണം. ഈ ക്രെയിൻ എത്തിക്കേണ്ടത് ഒന്നുകിൽ അടിവാരത്ത് നിന്നാണ്. അവിടെ നിന്ന് ഈ ക്രെയിൻ മുകളിലേക്ക് എത്താൻ ഏതായാലും മണിക്കൂറുകൾ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തിരക്ക്, ഈ ഗതാഗത തിരക്ക്, ഈ കുരുക്ക് കഴിയാൻ കുറച്ച് സമയം പിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രജിൻ, ക്രിസ്റ്റീന. അപ്പോൾ അതാണ് താമരശ്ശേരി ചുരം വഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ ഒന്ന് പ്രയാസപ്പെടും എന്ന് പറയാതെ വയ്യ. കാരണം ബുദ്ധിമുട്ടാണ്. അവിടെ വലിയ ഗതാഗത സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത് ചുരത്തിൽ.